ഹായ് ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റിയുടെ കാലമാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മുടെ കുമാരി പ്രശസ്ത സീരിയൽ നായിക താരാലക്ഷ്മി രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് എനിക്ക് 100% ഉറപ്പാണ്. ഈ കേസിൽ സംവിധായകൻ 100% നിരപരാധി എന്നുള്ള കാര്യം പീഡിപ്പിച്ചെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഇത്ര വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യങ്ങൾ നമുക്കറിയാം. പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്യാം. കാര്യം ഈ വ്യക്തിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. കുറേ നാൾ മുമ്പ് എനിക്കറിയാം, സത്യഭാമ എന്ന് പറയുന്നൊരു ലേഡി ഉണ്ടായിരുന്നു. വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തിയെന്ന് പറയുന്ന അവർ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വിയോജിപ്പുള്ളവരും കാണും. അപ്പോൾ അന്ന് സത്യഭാമയുടെ അതിന് മുമ്പ് കുറച്ചാൾ മുമ്പ് ഞാൻ ഈ സത്യഭാമയായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഈ താരാലക്ഷ്മിയെ പറ്റി സത്യഭാമ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ചാനലിലൂടെ വെളിവിട്ടതുമാണ്. അപ്പോൾ സത്യഭാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളുണ്ടായിട്ടും ഈ സത്യഭാമയുടെ നിസ്സാരപ്പെട്ട കുറച്ച് ഭൂമിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി അയാളുടെ മകനെ നിങ്ങൾക്കറിയാം, മകനെ അവിടെ ഈ മകളുള്ള വീട്ടിൽ കയറ്റി കിടത്തിയ ഈ സ്ത്രീയാണ് ഈ താരാലക്ഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീ. ഞാൻ പറഞ്ഞതല്ല, ഇതെൻ്റെ ആക്ഷേപമല്ല. അപ്പോൾ അയാൾക്കൊപ്പം ജീവിതമൊക്കെ തുടങ്ങി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്ന ഈ താരാലക്ഷ്മി പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്കെതിരെ, അതായത് കൂടെ കഴിഞ്ഞ ഈ വ്യക്തിക്കെതിരെ ഒരു പരാതിയുമായിട്ട് ഈ തെറിച്ചിയുടെ അടുത്ത ആളാണ് ഈ താരാലക്ഷ്മി. അങ്ങനെ പരാതിയായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. ലാസ്റ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, അയാൾ ശരിക്കും നിരപരാധിയല്ലേ. അയാളെ വിളിച്ച റൂമിൽ കയറ്റി അയാളെ ഈ സ്വത്തും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ് അമ്മ സ്വത്ത് കൊടുക്കില്ല, അമ്മയുടെ പേരില സ്വത്തെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ പരാതിയായിട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു കാര്യത്തിൽ 100-150% ആ സംവിധായകൻ്റെ ഭാഗത്താണ് ന്യായമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കേട്ടോ. അപ്പം ഇത് പറഞ്ഞത് താരാലക്ഷ്മി ആയതുകൊണ്ട്, കാര്യം താരാലക്ഷ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ചാൽ മതി, എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അതിനകത്ത് ഇത് ചെയ്യുന്നത്. പിന്നെ താരാലക്ഷ്മിക്ക് അടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി അർഹതപ്പെട്ടത് കിട്ടുന്നതിൽ അതൊരു അവാർഡായിട്ട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് താരാലക്ഷ്മിയോട് പറയുള്ളത്. സോ താരാലക്ഷ്മിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും കിട്ടട്ടെ അടികൾ, ഇനി പീഡന പരാതിയുമായിട്ട് മുന്നോട്ട് പോട്ടെ. താരാലക്ഷ്മി കൊടുക്കുന്ന കുറേ പീഡന പരാതികൾ ഒരെണ്ണം മാത്രമാണിത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.